ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലേ? അതെന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു രാഷ്ട്രീയ നേതാവാണെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ മുന്നിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ആലോചിക്കും ഞാൻ രാഷ്ട്രീയ നേതാവായാമായിരുന്നു. കാരണം ഇത്രയധികം വായിക്കാനുള്ള സമയം കിട്ടുന്നുള്ളത് അന്നാ എനിക്ക് മനസ്സിലായി. അത് ഞാനത് പണ്ട് പറഞ്ഞു, ഗാബോനെ പറഞ്ഞിട്ട് പറഞ്ഞാൽ അല്ല അത് പോകുന്നതേ അതൊക്കെ ഭയങ്കര ഇമോഷണലാണ്. നമുക്കപ്പോ നമ്മൾ എന്തെല്ലാമാണ് ആലോചിക്കുന്നത്. നമ്മളൊരു വലിയ എഴുത്തുകാരൻ അല്ലെ, ഇപ്പൊ അൺടിൽ ഓഗസ്റ്റ് എഴുതിയപ്പോ ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. എന്നിട്ട് മക്കളോട് അത് പബ്ലിഷ് ചെയ്യുന്നവർ 10 കൊല്ലം കഴിഞ്ഞപ്പോ മക്കള് പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് അൺടിൽ ഓഗസ്റ്റ് നമുക്ക് വായിക്കാൻ പറ്റി. അതിൽ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഉണ്ട് അല്ലെ. വലിയ ബുക്ക് ഇപ്പൊ അരുന്ധതിക്കും അമ്മ മരിച്ചതിന് ശേഷം അത് എഴുതാൻ തോന്നിയില്ല. പിന്നെ അമ്മ അത് പറഞ്ഞപ്പോ ഈ എൽസ്വേറിയൻസും ടീച്ചേഴ്സ് മരിച്ചപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് മരിച്ചു കഴിഞ്ഞിട്ടാണ്. ഇതൊക്കെ ഓരോ ഇതാണ്. ഇപ്പൊ ഞാനിന്ന് രാവിലെ പറയണമെന്ന് തോന്നിയതാണ്, പിന്നെ പെട്ടെന്ന്. കാരണം ഈ എൽസിൻ പിന്നെ പുട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അലക്സി നവാൽനി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വിഷം കൊടുത്തു വന്നു ജയിലിൽ. ഞാൻ പാട്രിയറ്റ് വായിച്ചു. പാട്രിയറ്റ് മാത്രമല്ല വായിച്ചത്, പാട്രിയറ്റ് അദ്ദേഹം എഴുതിയ ബുക്കാ. ഇതെങ്ങനെയാണ് വിഷം കൊടുത്ത് കൊന്നതെന്നുള്ളത് മർഡർ ഇൻ ദ ഗുലാഗ് എന്ന് പറഞ്ഞിട്ട് ജോൺ സ്വീനിയുടെ BBC റിപ്പോർട്ടറിന്റെ പുസ്തകം വന്നു. ഇത് രണ്ടും ഞാൻ എവിടെ വെച്ച് സാറ ടീച്ചർ ഒരു പരിപാടിക്ക് വെച്ച് പറഞ്ഞപ്പോ CV ബാലകൃഷ്ണൻ എനിക്കൊരു ബുക്ക് കൊടുത്തു വിട്ടു. താതാത്മ്യം എന്ന് പറയുന്ന ഒരു കഥ. അതായത് അലക്സി നവാൽനിയുടെ ഭാര്യ ജൂലിയൻ നവാൽനിയും TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയും കമ്പയർ ചെയ്തുകൊണ്ട് എഴുതിയേക്കണ താതാത്മ്യം എന്ന് പറഞ്ഞ CV എഴുതിയേക്കണ ഒരു പുസ്തകം. ഭയങ്കരമാണത്. അപ്പൊ ഇത് മൂന്നും കണക്റ്റഡ് ആണ് ഈ പുസ്തകം. കഴിഞ്ഞ വർഷത്തെ വായനയിലെ 3 പുസ്തകമാണ്. ചില കണക്ഷൻസ് വരും, അറിയാതെ വന്നാ. CV എനിക്ക് കൊടുത്തു വിട്ടപ്പോഴാണ് ഞാനാണ് രമയോട് പറയുന്നത്, രമയെ കുറിച്ചൊരു കഥ ഇങ്ങനെ CV എഴുതിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ CVയോട് അനുവാദം ചോദിച്ചു, CV ഇങ്ങനെ കഥ എഴുതിയിട്ടെന്ന് രമയോട് പറയാൻ. അപ്പോൾ അത് ഞാൻ സതീഷിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അതിന് ഞാനാണ് രമയോട് പറഞ്ഞത്, ഇങ്ങനെ ഒരാളെ വിഷം കൊടുത്തു കൊന്നിട്ടുണ്ട്, ഒരു പ്രതിപക്ഷ നേതാവിനെ. അയാളുടെ ഭാര്യ എപ്പോഴും ഫൈറ്റ് ചെയ്യണം അവിടെ, ജൂലിയൻ നവാൽനി. അപ്പൊ അതുപോലെ ഒരു ഭാര്യ, ഇവരെ തമ്മിൽ താരതമ്യം ചെയ്തു. അപ്പൊ എഴുത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇപ്പൊ CV ബാലകൃഷ്ണൻ എന്നുള്ള എഴുത്തുകാരന് ജൂലിയ നവാൽനിയെ കുറിച്ച് വായിച്ചപ്പോ ഇവിടെ ഒരു കഥ എഴുതാനുള്ള ഒരു കഥാതന്തുവാണ് അവിടെ കിട്ടിയത്. അത് എഴുത്തുകാരുടെ ഒരു പ്രത്യേകതയും വലിയ ഇതല്ലേ. അങ്ങനെ പല ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്ലാസിക്കൽ മ്യൂസിക്കാണ് ബാലികെ ബണ്ടര മയന എന്ന് പറയുന്നൊരു തെലുങ്ക് പാട്ടുണ്ട്. ശങ്കരാഭരണത്തിലേക്ക് ഉണ്ടായി SP ബാലസുബ്രഹ്മണ്യം പാടിയ പാട്ടാണ്. ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ ഇത് പണ്ടുപോലെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ആഴ്ചയിലോ പ്രാവശ്യമെങ്കിലും ഇത് കേൾക്കണം. കേട്ടാലും മതി. അപ്പൊ ഈ 6 വിരലുള്ള ഉണ്ണിയേശുവിന്റെ പള്ളി എന്ന് പറയുന്ന TD രാമകൃഷ്ണൻ എഴുതിയ ചെറുകഥ സമാഹാരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരു കഥയുടെ പേര് ഈ പാട്ടാ. ഒരു കഥയുടെ പേര് പാട്ട് വായിച്ചപ്പോ ഈ കോവിഡ് കാലത്ത് പാലക്കാട് അഗ്രഹാരത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഉയരുന്ന ഒരു പാട്ടായിരുന്നു. ആ കുടുംബം മരിച്ചൊക്കെ പോകുന്ന TDയുടെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുമായിട്ട് എഴുത്ത്, ഈ സാഹിത്യത്തിലെ പല കാര്യങ്ങളും അപ്പൊ ഞാനിത് കണ്ടോടുകൂടി ഞാൻ ഭയങ്കര ത്രില്ലായി. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടിന്റെ പേരിൽ ഒരു കഥ എഴുതിയിരിക്കുന്നു. അതൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോൾ കിട്ടുന്ന ചില സന്തോഷങ്ങളിൽ അല്ലെ, അതെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ നമ്മളെ ഒരു മനുഷ്യനാകുക എന്ന് നമ്മൾ എപ്പോഴും പറയല്ലോ, മൃഗമാകരുതെന്ന് പറയും. ഇപ്പൊ അതുപോലും പറയാൻ പാടില്ല ആ വാക്ക്, മൃഗമാകരുത്. കാരണം മൃഗങ്ങളോട് പോലും ഒരു കരുണ കാണിക്കണം എന്നുള്ള, അങ്ങനെ പറയാം. മൃഗമാകരുതെന്ന് പോലും പറയാൻ പാടില്ല. അവരെ പോലും ചേർത്ത് നിർത്തണം എന്നുള്ളതാണ് പുതിയ കാലം നമ്മളോട്. പിന്നെയുള്ളത് ഈ പുതിയ തലമുറയുടെ വൊക്കാബുലറി. അതറിയണമെങ്കിൽ നമ്മൾ വായിക്കണ്ടേ. ജൻസി നമ്മൾ പറയുന്ന അവരുടെ ചിന്തകൾ, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരുടെ വൊക്കാബുലറിയും നമ്മുടെ വൊക്കാബുലറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമ്മൾ തോന്നും ചില കാര്യങ്ങളിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നും. അപ്പൊ അവരുടെ ഒപ്പം പോകണം നമ്മള്. അപ്പൊ അവരുടെ ഒപ്പം നമ്മളെ കൊണ്ടുപോകാൻ ഇപ്പൊ നമുക്ക് അവരോട് ചെന്ന് അവർക്ക് താല്പര്യമുള്ള ഒരു വിഷയം സംസാരിക്കുമ്പോഴാണ് അവർ നമ്മളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്.